അൻവർ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അൻവർ ഒരു രാഷ്ട്രീയ ഈയാമ്പാറ്റയാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡിനാണ് ഇന്നിപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസും അൻവറും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഞാൻ ഇന്നലെ അതിൻ്റെ ആദ്യത്തെ ഭാഗം സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ സാധ്യതകളാണ് PV അൻവറിന് മുന്നിലുള്ളത് എന്ന്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ പുറത്തുവിട്ട TMCയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനമടക്കം എന്തൊക്കെ സാധ്യതകളാണുള്ളതെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. PV അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലെ സാധ്യതകൾ ഏതു തട്ടിൽ വെച്ച് പരിശോധിച്ചാലും നഷ്ടം PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനായിരിക്കും. ഞാൻ ആർഗ്യൂ ചെയ്യാം. നമ്പർ 1, PV അൻവർ നിലവിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴേയും വിശ്വസിക്കുന്നില്ല. PV അൻവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം PV അൻവറിൻ്റെ വിലപേശൽ കൂട്ടാൻ വേണ്ടിയാണ്, ബാർഗനിങ് പവർ കൂട്ടാൻ വേണ്ടിയാണ്. അത് ശക്തമായ ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അവിടെ ചെമ്പ് തെളിയുമെന്നുള്ളത് കൊണ്ട് PV അൻവറിനെ പോലെ രാഷ്ട്രീയ നേതാവിന് അത് സാധ്യമാവില്ല. അപ്പോൾ സാധ്യത നമ്പർ 1, PV അൻവർ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDF-നെതിരെയും LDF-നെതിരെയും മത്സരിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാൽ നിലവിലുള്ള കണക്കുകൾ പ്രകാരം 7000 മുതൽ 10000 വോട്ടുകൾ വരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് PV അൻവറിന് അനുകൂലമായിട്ട് എന്ന് വന്നാൽ. അത് നിലവിൽ പോകുന്നത് ആരുടെ വോട്ടിൽ നിന്നാണ്? നിലവിൽ ഈ 7000 മുതൽ 10000 വോട്ടുകൾ പോകാൻ സാധ്യതയുള്ളത് LDF-ൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും. കാര്യം LDF-ൽ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടായിരിക്കുമല്ലോ പോവുക. ആ 81000 വോട്ടിൽ നിന്നൊരു 7000 വോട്ട് PV അൻവർ പിടിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 74000 വോട്ടായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതേസമയം PV അൻവറിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട്, 78000 ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 78000 ആളുകൾ VV പ്രകാശിന് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ കൃത്യമായിട്ട് അവിടെ പോൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും PV അൻവറിനെ പിടിക്കുന്ന 7000 വോട്ട് എന്ന് പറയുന്നത് UDF-ൽ നിന്നല്ല പോകാൻ പോകുന്നത്, LDF സ്വതന്ത്രമായി മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോകുന്ന വോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ തോൽവി LDF-നും ഒപ്പം തന്നെ PV അൻവറിനുമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ PV അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം പരാജയപ്പെടും. കാര്യം പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മത്സരിച്ച് വരുന്ന PV അൻവറിന് അത് തെളിയിക്കാൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയാതെ വരും. നമ്പർ 2, രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് PV അൻവർ ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ലെന്ന് പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഒരു സാധ്യത. ഇനി രണ്ടാമത്തെ സാധ്യത, വീണ്ടും PV അൻവർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, UDF-ന് പുറത്താണ് മത്സരിക്കുന്നത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുന്നില്ല എന്ന് കരുതുക, ആര്യാടൻ ഷൗക്കത്ത് അവിടെ പരാജയപ്പെടുന്നു, ഒരു 14000 വോട്ടുകൾ പിടിക്കുന്നു എന്ന് കരുതുക. അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഏകദേശം അസാധ്യമായ കാര്യമാണ്. അത് UDF ക്യാമ്പിൽ നിന്നും വോട്ട് കുറയ്ക്കുകയാണെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ അവിടെയും തോൽവിയും നഷ്ടവും PV അൻവറിനാണ്. കാരണം PV അൻവർ ആരെയാണോ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ആ പിണറായിസം അവിടെ വിജയിക്കുകയും PV അൻവർ പരാജയപ്പെടുകയും PV അൻവർ ഘടകകക്ഷിയാവാൻ ആഗ്രഹിച്ച് UDF-ലെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്യും. അതോടുകൂടി PV അൻവറിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം എന്നേക്കുമായി അവസാനിക്കുന്നു. ദാറ്റ് ഈസ് നമ്പർ 2. അതാണ് രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ സാധ്യത, ഇനി PV അൻവർ വഴങ്ങുന്നു എന്നിരിക്കട്ടെ. സംസ്ഥാന ഈ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്കു ശേഷം ഏറ്റവും ഒടുവിൽ രണ്ടുപേരും തമ്മിലൊരു ചർച്ചയുണ്ടാവുകയും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് പ്രഖ്യാപിക്കുകയും അതിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വരികയും നിലമ്പൂർ മണ്ഡലത്തിൽ അടുത്ത തവണ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ UDF-ൻ്റെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്താൽ, അങ്ങനെ വിജയിച്ചു വന്നാലും PV അൻവർ മുന്നോട്ട് വെച്ച ഒരു ആശയം പരാജയപ്പെടും. എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലത്തിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിരുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവറിൻ്റെ എതിർപ്പിനെ മറികടന്ന് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച സതീശൻ അവിടെ രാഷ്ട്രീയമായി വിജയം കാണുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയും PV അൻവറിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ഏകദേശം 0 ആയി മാറും. ഇനി നാലാമത്തെ സാധ്യത, UDF-ൽ തന്നെ തുടരുകയും ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയും ചെയ്തു എന്നിരിക്കട്ടെ. അവിടെ വിജയിക്കുന്നത് LDF ആണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ന് ഉള്ളിലാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പാര വലിക്കാൻ ശ്രമിച്ചാൽ PV അൻവറിന് രാഷ്ട്രീയമായ പരാജയം സംഭവിക്കും. അവിടെയും പിണറായിസം വിജയിക്കുകയും PV അൻവറിസം പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിലേത് തട്ടിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇനി PV അൻവർ UDF-ൽ ചേരുന്നില്ല, സാധ്യത നമ്പർ 5. PV UDF-ൽ ചേരുന്നില്ല, എന്നാൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനവും എടുക്കുക. പകരം ഒരു പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, അതുകൊണ്ട് ഞാൻ UDF-നെതിരെ സംസാരിക്കുന്നില്ല. ഏകദേശം പാലക്കാടൻ സ്ട്രാറ്റജി എന്ന് ഞാൻ വിളിക്കും. ആ പാലക്കാടൻ സ്ട്രാറ്റജിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞതിന് ശേഷം PV അൻവർ പറയുന്നത്. നമ്മളോട് മാധ്യമങ്ങളോട് പറയും പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, അതുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം UDF-ന് കുഴപ്പമാകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പിൻവലിപ്പിക്കുന്നു, പക്ഷേ എനിക്ക് ആര്യാടൻ ഷൗക്കത്തുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് സാഹചര്യം നമ്പർ 5.
അഞ്ചാമത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തിയാലും അവിടെ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ PV അൻവർ പിന്തുണയ്ക്കാത്ത ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിൽ വിജയിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഈ PV അൻവറിനെ നിശ്ചയിച്ച VD സതീശൻ വിജയിക്കും. അപ്പോൾ സതീശനിസം അവിടെ വിജയിക്കുകയും അൻവറിസവും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി പോയിന്റ് നമ്പർ 6, സാധ്യത നമ്പർ 6, PV അൻവർ നിലവിൽ UDF പുറത്തായി നിൽക്കുകയും ആര്യാടൻ ഷൗക്കത്തിനെ പാലവരിച്ച് തോൽപ്പിക്കുകയും ചെയ്ത പക്ഷം, മത്സരിക്കുന്നില്ല, തോൽപ്പിക്കുന്ന പക്ഷം വീണ്ടും പിണറായിസം അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം ഒന്നുകിൽ വിജയിക്കുന്നത് പിണറായിസം, അതല്ലെങ്കിൽ വിജയിക്കുന്നത് സതീശനിസം, അതല്ലാതെ അൻവറിസം അവിടെ വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ കാരണം അൻവറിന് ഇപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളി ആര് എന്നത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും അപകടം പിടിച്ചൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്നലെ നമ്മൾ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതാണ്, ക്ഷമ എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ആട്ടിൻപാലിൻ്റെ ഫലം ചെയ്യുന്ന ഔഷധമാണ്. രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ആട്ടിൻ സൂപ്പ് പോലെ ഫലപ്രദമാണ്. അപ്പം ആ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്ഷമയില്ലാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? PV അൻവറിൻ്റെ മുന്നിൽ ഒരേ സമയം പിണറായി ആണെന്ന് പറയുകയും, പക്ഷേ പിണറായിക്കെതിരെ അല്ല, കഴിഞ്ഞ 48 മണിക്കൂർ പിണറായിക്കെതിരെ അല്ല PV അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിചിത്രമായൊരു സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെയും നിങ്ങളുടെ ഭരണകക്ഷിയിൽപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ഒരു നേതാവിന് നിൽക്കണമെങ്കിൽ അപാരമായ പിന്തുണ വേണം. അവിടെയാണ് എന്ത് ആശയത്തിന് പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഒറ്റ ആശയമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും PV അൻവറിനെ ഡീകോഡ് ചെയ്താൽ നിലമ്പൂർ മണ്ഡലത്തിലെ UDF സീറ്റ് 2026 തനിക്ക് കിട്ടുമോ എന്നുള്ള ഒരൊറ്റ ആശങ്കയുടെ പുറത്തും, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ബിസിനസ്സും പൊളിറ്റിക്സും നിലമ്പൂർ പോലും മണ്ഡലത്തിൽ ഒരു പരിധിക്കപ്പുറം മിക്സ് ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി 2016 നിന്ന് വ്യത്യസ്തമായിരുന്നു 2021 മണ്ഡലത്തിൽ PV അൻവറിൻ്റെ കാര്യങ്ങൾ. നേരെ ആഫ്രിക്കയിൽ നിന്ന് വന്ന് മത്സരിക്കുക ചെയ്തത്. PV അൻവർ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ പരിപാടികളെല്ലാം നടത്തിയതും പൂർണ്ണമായിട്ട് ആ സംഘടനാ മെഷീനറി ചലിപ്പിച്ചതും CPM ആണ്. അവിടെ ആ CPM അവിടുത്തെ DYFI പ്രവർത്തകരുടെയും ശക്തമായ പിന്തുണയിലാണ് PV അൻവർ 2700 വോട്ടിന് കഷ്ടപ്പെട്ട് വിജയിച്ചു കയറുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് PV അൻവർ മാറിക്കഴിയുമ്പോൾ അവിടെ രാഷ്ട്രീയമായി ഒരു അപ്രസക്തനായിട്ടുള്ള കാൻഡിഡേറ്റായിട്ട് മാറുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഏതെങ്കിലും സാഹചര്യത്തിൽ PV അൻവർ മത്സരിക്കാതിരിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുകയും മറിച്ച് LDF ഒരു സ്വതന്ത്രനായ സ്ഥാനാർത്ഥി, ജനകീയനായ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയും ചെയ്താൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പാർട്ടി നിർത്താൻ ആലോചിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ. എന്നാൽ PV അൻവർ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രനായിരിക്കും അവിടെ വരിക. ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഞാനത് ഇന്നലെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അവിടെയുണ്ട്. BDJS സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് കരുതുക. അങ്ങനെ നിർത്തുന്നില്ലെങ്കിൽ അവിടെയുള്ള ഈഴവ വോട്ടുകളിൽ ഭൂരിപക്ഷം വോട്ടുകളും എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. ഞാൻ പറയാം, ആര്യാടൻ ഷൗക്കത്ത് എന്ന സാംസ്കാരിക നായകന് വഴിക്കടവടക്കമുള്ള മേഖലകളിലെ ഈഴവ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് UDF ക്യാമ്പിലുള്ള ആത്മവിശ്വാസം. PV അൻവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ 6 തീരുമാനങ്ങളിൽ ഏത് സാധ്യതയാണെങ്കിലും നഷ്ടം PV അൻവറിനാണ്. രാഷ്ട്രീയമായി PV അൻവർ ഇപ്പോൾ മത്സരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നില്ലെങ്കിൽ, അതിന് AT അബ്ദുറഹ്മാനെ നിർത്തി മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ പോലും അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല PV അൻവറിലെ രാഷ്ട്രീയ ബുദ്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ PV അൻവറിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നില്ല. അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക, ഇതൊരു സമ്മർദ്ദതന്ത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് UDF ഗുണകരമായൊരു സാഹചര്യമല്ല. ഇതെല്ലാം LDF സംബന്ധിച്ച് നിലവിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടുന്നു. 21 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ക്യാമ്പയിൻ ചെയ്യേണ്ട വിഷയങ്ങൾ ഏതാണ്? ഏത് വിഷയമാണ് ഇന്നും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത്? ഒരു വിഷയവും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് PV അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ അംഗപ്പുറപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ PV അൻവറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഇന്നിപ്പോൾ ഒറ്റ കാര്യമല്ലേ പറയുന്നുള്ളൂ, PV അൻവറിനോട് നിങ്ങൾ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ. അതല്ലേ വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. UDF പോകുന്ന കക്ഷി UDF പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റെന്തു മാർഗമാണുള്ളത്? ആ അർത്ഥത്തിൽ PV അൻവർ പൂർണ്ണമായിട്ടും നിരായുധനാക്കപ്പെട്ട് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന ഒരാളായി മാറുകയാണ്. ഇനി ഏത് ഉപദേശം കിട്ടിയിട്ടും PV അൻവറിന് ഗാന്ധീവം എടുത്തു വരിക സാധ്യമല്ല. കാരണം ആ ഗാന്ധീവം എന്നാണോ ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോകുന്നത്, CPM-ഉമായിട്ട് അകന്നത്, പിണറായി വിജയനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത്, അന്ന് ഗാന്ധീവം നഷ്ടപ്പെട്ട ഒരു തേരാളിയാണ്, അല്ലെങ്കിൽ ഒരു പോരാളിയാണ് PV അൻവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചുവരെ ഏറെക്കുറെ അസാധ്യമായ ഒരു രാഷ്ട്രീയ യുദ്ധത്തിലാണ് PV അൻവർ ഇറങ്ങുന്നത്. UDF
LDF-ന് കീഴടങ്ങാത്ത പക്ഷം എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.